ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ്. അപ്പം നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. അടുത്തതായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാവാൻ വെക്കണം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നന്നായി ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വന്നാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ നന്നായി വഴണ്ടി വന്നാൽ നമുക്കിതിലേക്ക് നീളത്തിൽ കനം കുറച്ചരിഞ്ഞ 2 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റ് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് റൈസിന് വേണ്ട അരി വേവിച്ചെടുക്കണം. അപ്പോൾ അരി വേവിക്കാനായിട്ട് 1.5 ലിറ്റർ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ഏലക്കായ, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കാം. പിന്നെ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി വെള്ളം നന്നായിട്ട് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ റൈസ് 80% കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കാം. ഇനി നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് മിക്സ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇത് ചൂടായാൽ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഈ പാൻ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.